ഓം ശാന്തി. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ഒരു തിളങ്ങുന്ന നക്ഷത്രമാണ്. ഞാൻ മഹാൻ സൗഭാഗ്യശാലി ആത്മാവാണ്. എൻ്റെ മസ്തകത്തിൽ ഭാഗ്യ നക്ഷത്രം തിളങ്ങുന്നു. സ്വയം വൃക്ഷപതി ബാബയിൽ നിന്നും പിതാവിൻ്റെ രൂപത്തിൽ പാലനയുടെ ഭാഗ്യം, ശിക്ഷകന്റെ രൂപത്തിൽ ശിക്ഷണത്തിൻ്റെ ഭാഗ്യം, സദ്ഗുരുവിൻ്റെ രൂപത്തിൽ വരദാനങ്ങളുടെ ഭാഗ്യം ഞാൻ പ്രാപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. വൃക്ഷപതി ബാബ എൻ്റെ ഭാഗ്യത്തെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ഭാഗ്യത്തിൻ്റെ ലഹരിയിൽ ഞാൻ ഹൃദയത്തിൽ നിന്നും പറയുന്നു, എൻ്റെ ബാബ. അധികാരത്തോടെ പറയുന്നു, എൻ്റെ ബാബ. ഞാൻ ആത്മാ ബാബയുടേതായി, ബാബ എൻ്റേതായി. സ്വയം ഭഗവാൻ ഉയർന്ന പഠിപ്പ് നൽകി എന്നെ ഭാഗ്യശാലിയാക്കി. ഇതെൻ്റെ ബൃഹസ്പതി ദശയാണ്. അതിനാൽ സംഗമയുഗം എനിക്കു ഭാഗ്യശാലി യുഗമാണ്. ഈ ഒരു ജന്മത്തിൽ എനിക്കു പരമാത്മ സ്നേഹം ലഭിക്കുന്നു. ഞാൻ പരമാത്മ സ്നേഹത്തിൻ്റെ അധികാരിയാണ്. പരമാത്മ ശിവബാബയുടെ സമീപമാണ്. പരമധാമത്തിൽ ഞാൻ പരമാത്മ സമീപതയുടെ അനുഭവം ചെയ്യുന്നു. നിരാകാരി വൃക്ഷത്തിൽ ഞാൻ ആത്മാ ബീജരൂപ ശിവബാബയുടെ അതിസമീപമാണ്. ഞാൻ ബിന്ദുവായി മാസ്റ്റർ ബീജരൂപമായി ബീജരൂപ ശിവബാബയുടെ കൂടെയിരിക്കുന്നു. ഞാൻ ആത്മാ ഡയറക്റ്റ് ബീജത്തോട് കണക്റ്റഡായിരിക്കുന്നു. ബീജരൂപ ബാബയുടെ സർവശക്തികളും സർവ ആത്മാക്കൾക്കും പ്രാപ്തമാകുന്നു. ഈ സൗഭാഗ്യത്തിൻ്റെ സ്മൃതിയിൽ ഏതാനും നിമിഷം എൻ്റെ അനാദികാലത്തിൻ്റെ ലഹരിയിലിരിക്കുന്നു. ബാബയുടെ ഓർമ്മയിലിരിക്കുമ്പോൾ എൻ്റെ ബൃഹസ്പതി ദശയുടെ അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ ഭാഗ്യശാലി ബൃഹസ്പതി ദശയിലാണ്. യോഗത്തിൽ പൂർണ്ണമായ ശ്രദ്ധയില്ലെങ്കിൽ മായയുടെ പ്രവേശതയുണ്ടാകുന്നു. ദേഹാഭിമാനിയായി അനേകം തെറ്റുകൾ ചെയ്തു പോകുന്നു. നിരന്തരം ഓർമ്മയിലിരിക്കാൻ വായിൽ നാണയമിടുന്നു. ദേഹസഹിതം എല്ലാം മറന്ന് ഞാൻ ആത്മാ പരമാത്മാവിൻ്റെ സന്താനമാണെന്ന അഭ്യാസം ചെയ്യുന്നു.
യോഗബലത്തിലുണ്ടാകുന്ന പ്രാപ്തിയെല്ലാം സ്മൃതിയിൽ വയ്ക്കുന്നു. ഈ സമയം എൻ്റേത് പരിധിയില്ലാത്ത ബാബയിലൂടെ പരിധിയില്ലാത്ത ബൃഹസ്പതി ദശയാണ്. ഭാരതം ജീവൻ മുക്തമായി മാറുന്നു. തൻ്റെ സ്വരാജ്യ പദവി പ്രാപ്തമാകുന്നു. ഇപ്പോൾ എനിക്ക് ബൃഹസ്പതി ദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉയരുന്ന കലയിലാണ്. ഓർമ്മയിലൂടെ എൻ്റെ ദശ നല്ലതാക്കുന്നു. ബാബ വന്ന് രാവണനിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഞാൻ കൃഷ്ണപുരിയിലേക്ക് പോകുന്നതിനു വേണ്ടി കൃഷ്ണന്റെ കുലത്തിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ സാധിക്കുന്നത്രയും മന്മനാഭവ സ്ഥിതിയിലിരിക്കുന്നു. ബാബയുടെ നിർദ്ദേശമാണ്, ഒരിക്കലും ക്രോധിക്കരുത്. ബാബ മുഴുവൻ സൃഷ്ടിയുടെയും അച്ഛനാണ്. ബാബ വന്ന് എല്ലാവർക്കും സദ്ഗതി നൽകുന്നു. ഞാൻ ദേഹസഹിതം എല്ലാം മറക്കുന്നു. ഞാൻ ആത്മാവ്, പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ്. ബാബ എല്ലാവരുടെയും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നു. ഞാൻ ആദ്യം സതോ പ്രധാനമാകുന്നു, പിന്നീട് സതോ രജോയിലേക്ക് വരുന്നു. പൂർണ്ണമായും യോഗത്തിലിരിക്കുന്നില്ലെങ്കിൽ മായ വിഘ്നമുണ്ടാക്കുന്നു. ബാബയുടെ നിർദ്ദേശമാണ്, ഒരിക്കലും കാമത്തിൻ്റെ മുറിവേൽക്കരുത്. ആത്മീയ അച്ഛൻ സത്യജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ബാബ വന്ന് ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രം നൽകുന്നു, ത്രികാലദർശിയാക്കുന്നു. മുള്ളുകളെ പൂക്കളാക്കി മാറ്റുന്നു. അതിനാൽ ബബുൽ നാഥൻ എന്ന് പറയുന്നു. ബാബ സ്വർഗത്തിൻ്റെ രാജധാനിയുടെ സമ്പത്ത് നൽകുന്നു. ബാബയുടെ നിർദ്ദേശമാണ്, ഓർമ്മയിലിരിക്കുന്നതിനായി വായിലൂടെ ഒന്നും ഉച്ചരിക്കേണ്ടതില്ല. വായിൽ നാണയമിട്ട് ക്രോധത്തെ ഇല്ലാതാക്കൂ. ഇപ്പോൾ ഈ ദുഃഖധാമത്തിന് തീ പിടിക്കണം. അതുകൊണ്ട് പഴയ ലോകത്തെ മറന്ന് പുതിയ ലോകത്തെ ഓർമ്മിക്കണം. ബാബയോട് പവിത്രമായിരിക്കുമെന്ന പ്രതിജ്ഞ ചെയ്തതിൽ ഉറച്ചിരിക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. നിരാകാരി സ്ഥിതിയുടെ അഭ്യാസത്തിലൂടെ ഞാനെന്ന ഭാവത്തെ സമാപ്തമാക്കുന്ന നിരഹങ്കാരിയാകുന്നു. ഞാനെന്ന ഭാവം ഏറ്റവും സൂക്ഷ്മമായ ബന്ധനമാണ്. ദേഹാഭിമാനത്തെ മറികടക്കുന്നു. അതേസമയം ദേഹാഭിമാനം കൊണ്ടുവരുന്ന പേര്, പ്രശസ്തി, പദവി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആത്മാവിൻ്റെ പ്രിയപ്പെട്ടതായി മാറുന്നു. ഇതിൽ നിന്നും മുക്തി
മുക്തമാകുന്നതിന് നിരന്തരം നിരാകാരി സ്ഥിതിയിലിരുന്ന് സാകാരത്തിലേക്ക് വരണം. ഈ അഭ്യാസത്തെ സ്വാഭാവിക സംസ്കാരമാക്കി മാറ്റിയാൽ നിരഹങ്കാരിയായി മാറാനാകുന്നു. ഏതെങ്കിലും നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ കേട്ട് സങ്കല്പത്തിൽ പോലും വെറുപ്പിൻ്റെ ഭാവം വരുന്നതും പരമതമാണ്. ഓം ശാന്തി.